ഈ ഇതിന്റെ കേസിന്റെ ഒരു തെളിവ് കൊടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ കേസിന്റെ തെളിവ് ആരെങ്കിലും കൊടുക്കാനുണ്ടല്ലോ അവർക്ക് 5 ലക്ഷം രൂപ സർക്കാർ കൊടുക്കും. അങ്ങനെ കൊടുക്കും? പിന്നെ പിന്നെ അങ്ങനെ ഇപ്പൊ തെളിവ് പറഞ്ഞ 5 ലക്ഷം രൂപ ഒക്കെ അങ്ങനെ അങ്ങ് ഇരിക്കുവാന്നോ? എന്തുവാ എത്രയോ കേസുകളില് അങ്ങനെ കൊടുക്കുവോ? അത് ശരി. അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ടെന്നേ. 5 ലക്ഷം കിട്ടിയാ 3 ലക്ഷത്തിന് ഒരു 50,000 വെച്ച് എങ്ങനെ കളിച്ചാലും ഒരു 6 സെന്റ് സ്ഥലം കുമാറിനെ അവിടുന്ന് മാറ്റാം. പൈസ എടുത്ത് മറിച്ചാൽ എന്തെങ്കിലും കാര്യം നടക്കും. സംഭവം ഒരു എന്തുവാടി നിങ്ങൾ എന്തോ പറയാൻ പോവാ? 5 ലക്ഷം രൂപ കിട്ടാൻ പോണ നീ പൊട്ടത്തരം പറയില്ലേ? നമ്മുടെ ചെന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് അവൻ പറയുന്നേന്ന്. വെറുതെ ആവശ്യമില്ലാത്ത ഏണി പിടിച്ച് തലയിൽ വെക്കരുത്. ഓട്ടാപ്പ് ഇതൊക്കെ ഞാൻ ബുദ്ധിക്കാറുണ്ട് കേട്ടോ. തലയ്ക്ക് ഇതിനകത്ത് ഇരിക്കുന്ന എന്തോന്നോർത്താ? കുറച്ച് പേനും ഈരും അല്ലാതെ എന്തോന്ന് സുഹൃത്തെ, തൃശാക്ഷയാണ്. എന്ത് കാണിക്കാൻ പോവാ? 5 ലക്ഷം രൂപ കിട്ടുന്നത് നീ തൊഴി പറഞ്ഞ ആവശ്യമുള്ള വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചോണ്ട് പോകും. നിങ്ങൾ പോലീസൊന്നും പിടിച്ചോണ്ട് പോകത്തില്ല. ഞാൻ അവിടെ എന്ന് പറയുന്നത് പോലീസ് പിടിച്ചോണ്ട് പോയി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ കാല് മുകളിലും തല താഴെ തലകുത്തനെ കെട്ടി തൂക്കിയിടും. ആർക്കാ നഷ്ടം? ആർക്ക് നഷ്ടം? അവർക്കാ. എടി ഇത് എന്റെ കാല് മേളിലും തല താഴെയായിട്ട് കെട്ടി തൂക്കിയിട്ടു. ഇവരാരുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യും. ഇനിയിപ്പോ അഥവാ ചോദ്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിക്കണം. അങ്ങനെ എത്ര നേരം നിൽക്കും? അങ്ങനെ നിന്നാ ചകലം കഴിയുമ്പോ തല കറക്കണം. ദാ പോണ് കണ്ടാ കയറും ആർക്കായാലും. അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് വിഷയമില്ല. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാലേ അവര് നിങ്ങളെ കാലിലും കയ്യിലും ഓരോ നഖമായിട്ട് ഇങ്ങനെ പിഴുതെടുക്കും. അറിയാമോ? ഇതുകൊണ്ട് പോട്ടടി ഈ കുടിനാകം എല്ലാം കൂടെ ഒരു കുടിനാകത്തിന് 5 ലക്ഷം രൂപ നിന്റെ അച്ഛൻ കൊണ്ട് തരുവാടി. ഇതുകൊണ്ട് പോട്ടടി എനിക്ക് പൈസ മതി. എനിക്ക് കുണാറിനെ അവിടുന്ന് മാറ്റണം. എനിക്ക് അത്രേ ഉള്ളൂ. നീ മിണ്ടരുത്, ഞാൻ പറഞ്ഞോളാം. നീ മിണ്ടാക്കി. അതെ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇങ്ങോട്ട് വന്നേടാ. തുന്നടാ ഇരുമ്പോ തുന്നടാ. ഓക്കെ, ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ പേരെന്നാ? ഒറ്റപ്പുന്ന. എന്റെ വീട് എവിടാ? പ്ലാമൂട്ടിൽ നിന്ന് ഒറ്റപ്പുന്ന വരെ വെറും 1.5 കിലോമീറ്റർ. ഈ 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പെങ്കൊച്ചിന്റെ സംഭവം നടന്നിരിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത വീട്ടുകാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്ത് നിങ്ങൾ വെറുതെ ജയിലിലാവരുത്. നീ അങ്ങനെ നോക്കിയാ മതി കൊച്ചേ. അപ്പൊ ഈ തൊട്ടപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. മൊത്തം കണ്ട ആളാണ്. ആരൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം. എല്ലാവരും, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വാർക്കപ്പണിക്ക് പോണ ആളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വെളുപ്പിനെ ഒരു 3-3:30 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഞാൻ വെളുപ്പിനെ ഞാൻ എഴുന്നേക്കും. ആരോഗ്യം. അതെ, കാരണം എനിക്ക് പണിക്ക് പോകാൻ, ഈ പണിയാണല്ലോ മെയിൻ. അപ്പൊ അങ്ങനെ പണിക്ക് പോകാനായിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. പതുക്കെ ഒരു കട്ടൻ ചായ കുടിച്ച് നടന്ന് വന്നപ്പോ ഈ സംഭവം നടന്നതിന്റെ അന്ന് രാവിലെ വെളുപ്പിനെ ഈ പെങ്കൊച്ചിന്റെ വീടിന്റെ അവരെ നേരെ വരി എന്നെ ഉപസിച്ചു. ഇങ്ങോട്ട് വന്നേ. എന്തുവാ? അരുത്. എന്ത് അരുത്? അപ്പൊ ഇങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കാം. ഈ പെങ്കൊച്ചോട് അപ്പൊ എന്നോട് ചോദിച്ചു, അണ്ണാ ഇവിടെ പോണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ വാർക്കപ്പണിക്ക് പോവാ കൊച്ചേ. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ നിർമ്മാല്യം തുറന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുവാ കൊച്ചേട്ടാ, വേണം ഒരു ചായ ഇട്ട് തരാന്ന് പറഞ്ഞു. എനിക്ക് ചായ, എനിക്ക് പണിയാണല്ലോ മെയിൻ. എനിക്ക് എങ്ങനെയും വൈകുന്നേരം എന്റെ കാലത്ത് വലിയ പഠിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഞാനങ്ങനെ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു. പെങ്കൊച്ച് അകത്തോട്ട് കയറി പോവുകയും തൊട്ടു പുറകെ ഒരു ബൈക്കിനകത്ത് വരുന്നത് ഞാൻ കണ്ടു. ഇതിൽ എന്തോ എനിക്കൊരു പന്തികേട് തോന്നി. നേരെ ഞാൻ വെറുതെ വിടുവായിത്തരം പറയുന്നു. ഒരുത്തം പെട്രോളും കത്തിച്ച് ബൈക്കേ വരിക, അതിന്റെ ഇടയിൽ കയറി വരല്ലേ നീ ആവശ്യം പോയി. അത് കഴിഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ മുന്നോട്ട് കടന്ന് ഇവരുടെ ബാക്കിലെടുത്ത മതിലെടുത്തങ്ങ് ചാടി. മതിലെടുത്ത് നിങ്ങൾ എപ്പോഴാണ് മതിലെടുത്ത് ചാടിയത്? 24 വർഷം മുമ്പ് നിന്നെ വിളിക്കാൻ നിന്റെ വീടിന്റെ മതിലടിയാ ഞാൻ വന്നത്. പഴയ കഥയൊന്നും മറക്കല്ലേ രാധ. കേട്ടോടി നീ അതൊന്നും മറക്കല്ലേ. നീ ഉണ്ടായിട്ട് അങ്ങോട്ട്. അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത് ചാടി. ഞാൻ അവിടെ ചെന്ന് ഈ അടുക്കളയുടെ ജനല് തുറന്ന് നോക്കിയപ്പോ കറണ്ടങ്ങ് പോയി. അവിടെ പവർ കട്ട് ആ സമയത്ത് ഞാൻ പക്ഷെ ഒരു നിഴലാലം ഞാൻ കണ്ടു. ഈ പയ്യൻ കരുത്തെ കൂടെ കഴുത്ത് ഞെരിച്ച് തീർത്ത് കളഞ്ഞല്ലേ. പിന്നെ ഞാൻ കണ്ടച്ചല്ലേ എന്തെങ്കിനെ. ഈ സംഭവം ഞാൻ നിന്നോട് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് കോടതിയിലെന്ന് പറയാം, എനിക്ക് വിഷയമില്ല. എനിക്ക് 5 ലക്ഷം രൂപ കിട്ടിയാൽ മതി. അപ്പം ഇത് നിന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ സംഭവം അറിയാന്നുള്ളത് മറ്റൊരാൾ അറിഞ്ഞിരിക്കണം. അല്ല പിന്നെ പോലീസുകാർ എന്നെ പറ്റിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ? അപ്പൊ നീ എന്റെ കൂടെ നിൽക്കണം. നിനക്കൊരു 20,000 രൂപ അങ്ങ് തരുവാ. എനിക്ക് 20,000 രൂപ നിനക്കങ്ങ് തരും. കേട്ടോ? എന്നടാ ഉയരുമ്പോ നീ കൊള്ളാടാ. നിന്റെ ഭയങ്കര ലോഡിങ് ആട്ടോ. അപ്പൊ ഒരു 20,000 രൂപ അങ്ങ് തരും. അപ്പൊ ഇപ്പൊ ഞാൻ ഗുരുവായൂർ പോവാ. പോയിട്ട് തിരിച്ചു വന്നാൽ ഉടനെ ഈ പറഞ്ഞ പോലെ പൈസ മേടിക്കുന്നു. 4,50,000 എനിക്ക്, 20,000 നിനക്ക്. ഓക്കെ? ഓക്കേടാ മുത്തേ. ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ 20,000 അവന്. എടാ ഞാൻ ഓടിപ്പോത്ത് വന്ന് പൈസ കിട്ടിയാൽ നിനക്ക് ഞാനങ്ങ് തരും. ഞാൻ 20,000 രൂപ. കേട്ടോ? സാജുവായിട്ട് ബടി നീ ബാ.
അഞ്ചിനൂടെ കിടന്ന് പിടിക്കുവാ ചെറുക്കന്. എടാ ഒരു 30,000 രൂപ നേരം തീർന്നില്ലയോ കേട്ടോ? കലിംഗ ശശിയുടെ ഫിഗറാ ചില സമയത്ത്. നീ എടാ നീ ചെറുക്കൻ എന്തുവാ? ഞാൻ പൈസ കൊണ്ട് ഓടത്തില്ലടാ. ഞാൻ പൈസ മേടിച്ച് തരാന്ന് പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലായി നിനക്ക്? നീ ഇവിടുത്തെ പോട്ടറേ? ഓട്ടറൊന്നും അല്ല, പിന്നെ ഞാൻ ക്രൈം ബ്രാഞ്ച് ഓഫീസറാണ്. ഏത്? അർജുൻ ഘോഷ്. അതിന് ക്രൈം ബ്രാഞ്ചിന്റെ യൂണിഫോം ഇതല്ലല്ലേ? എടാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്നെ ഡ്യൂട്ടിക്ക് വിട്ടിട്ടേക്കുവാണ്. ആണോ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പോയാലോ? എവിടെ പോവാന്? ഇതാണ് ഒരു തമാശയൊക്കെ പറഞ്ഞ അങ്ങനെയെങ്കിൽ. വെളുപ്പിനെ 3:30 നീ എഴുന്നേക്കും അല്ലേ? ഞാനോ? സത്യം പറ. നല്ല കളിയായി പോയി. ഉണ്ടച്ചക്കട മൂട്. 9 മണിക്ക് ഇവിടെ തല വെള്ളം കോരി അടിക്കണം. ഞാൻ ഞാന് 3:30 എണ്ണിക്കുമെന്ന് പറഞ്ഞാ എന്റെ കണ്ണി നോക്കണം. എന്തിന്? നീ ആ പെണ്ണിന്റെ പുറകെ പോകും. മഞ്ഞപ്പുണ്ട് നിങ്ങളുടെ കണ്ണി. 3:30 ഞാൻ എണീക്കില്ല സാറേ. ഞാൻ വെറുതെ നീ ആ പെണ്ണിന്റെ പുറകെ പോകുന്നു. ഇല്ല. മതില് ചാടുന്നു. നീ മതില് ചാടും. ചാടിപ്പോവും. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആരായാലും ചാടും. മതില് ചാടി നീ ആ പെണ്ണിന്റെ വീടിനകത്ത് കേറിയില്ല. ഞാൻ എന്റെ പൊന്നാളെ ഞാൻ കണ്ടതല്ല സാറേ. ഞാൻ അങ്ങനൊക്കെ ഓരോന്ന് പറയുന്നതാണ്. കൊല്ലാനോ? ഞാനോ? ഞങ്ങളുടെ വീട്ടിൽ എവളോട് ചോദിച്ചു മെലഞ്ഞാന്ന് എലിപ്പട്ടിക്കാത്തൊരു എലി വീണിട്ട് എവളാണ് വന്നത്. കിടന്ന് പടക്കുന്ന എനിക്ക് കണ്ടിരിക്കാൻ പറ്റാത്തോണ്ടാ. ഞാൻ ചെയ്യത്തില്ല സാറേ, ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യത്തില്ല സാറേ. അങ്ങനെ പറയാം സാറേ. അയ്യോ സാറേ, ഒരു പ്രശ്നം ഞാൻ ചെയ്തിട്ടില്ല. നിരപരാധിയെ കൊണ്ടുപോകും. നിരപരാധിയാടാ. പൊന്നു സാറേ ചെയ്തിട്ടില്ല. അയ്യോ ഞാൻ എന്നെ കൊണ്ടുപോയി. അയ്യോ വടക്കല കുമാർ. കുമാരേ, എടാ ഞാനേ വായിക്കാതെ നാക്കടങ്ങി കിടക്കത്തില്ല. ആവശ്യമില്ലാത്ത പല വേലയും ഞാൻ പറയും. സാറുമായിട്ട് പോയി. ഇനിയിപ്പൊ എന്നാന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ നീ ഒരു കാര്യം ചെയ്യാവോ? ഞാൻ മറ്റേ പ്ലാനങ്ങ് മാറ്റി. ഓ, ഞാൻ ഗുരുവായൂർ പോണ്. നല്ല കാര്യമാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. ഗുരുവായൂർ പോകുമ്പോ എവളെ അനിയത്തിയുടെ വീട്ടിലോട്ടൊന്ന് ആക്കണം. ആക്കിയിട്ട് പറ്റുന്നെങ്കിൽ 10 ദിവസം കഴിഞ്ഞൊന്ന് വിളിച്ച് വീട്ടിലാക്കിയാണ്. ഓ ശരിയാണ്. ഞാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? അല്ല, ഞാൻ അവനെ കൊണ്ട് വിടാൻ പറഞ്ഞു കുമാറിനു. നിങ്ങൾ കുമാറിനോട് എന്താ പറഞ്ഞേ? നിന്നെ കൊണ്ട് അവിടെ വിടാൻ പറഞ്ഞു. എന്നെ കൊണ്ട് പോവാൻ ഗുരുവായൂരല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? ഒരാപത്ത് വന്നാൽ സഹായിക്കാൻ വടക്കേല കുമാറേ